നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിൽ കടകളടച്ച് പ്രതിഷേധിക്കും. വ്യാപാര മേഖലയിൽ സർക്കാർ നിയന്ത്രണം കടുപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. BSP സ്ഥാനാർത്ഥി സുന്ദരയെ പണം നൽകി തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തിയെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. പരാതിക്കാരനായ VV രമേശനിൽ നിന്നും മൊഴിയെടുത്തു. സംസ്ഥാനത്ത് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കോവിഡ് പ്രതിസന്ധിക്കിടെയുള്ള ട്രോളിംഗ് നിരോധന കാലയളവ് മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. ഇന്ധനവില വർധനവിനെതിരെ പെട്രോൾ വാഹനം ഉപേക്ഷിച്ച് സൈക്കിളിൽ യാത്ര ചെയ്ത് യൂത്ത് ലീഗ് പ്രതിഷേധം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു വേറിട്ട പ്രതിഷേധം. കാസർഗോഡ് പ്രീമിയം പെട്രോളിന് വില 100 രൂപ. കോവിഡ് പ്രതിസന്ധിക്കിടെ തുടർച്ചയായ ഇന്ധനവില വർധനവിൽ പ്രതിഷേധിക്കുവാൻ പോലുമാകാത്ത നടുക്കത്തിൽ ജനങ്ങൾ. ഓൺലൈൻ കുത്തകകൾ വ്യാപാര മേഖല കൈയടക്കുവാൻ ശ്രമിക്കുകയാണെന്ന് കേരള ജെൻസ് റെഡിമെയ്ഡ്സ് റീറ്റെയിൽസ് അസോസിയേഷൻ. പന്നിപ്പാറയിലെ ഓൺലൈൻ ഗോഡൌണിന് മുന്നിൽ പ്രതിഷേധം നടത്തി. വാർത്തകൾ വിശദമായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിൽ കടകളടച്ച് പ്രതിഷേധിക്കും. വ്യാപാര മേഖലയിൽ സർക്കാർ നിയന്ത്രണം കടുപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. മെഡിക്കൽ ഷോപ്പുകൾ മാത്രമായിരിക്കും തുറന്ന് പ്രവർത്തിക്കുക. പ്രതിഷേധത്തിന്റെ ഭാഗമായി വ്യാപാരികൾ 11 മണി മുതൽ 12 മണി വരെ നിൽപ്പ് സമരം നടത്തും. 1.5 വർഷമായി വ്യാപാര മേഖല കടുത്ത വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കെ കോവിഡിന്റെ 2ാം വരവോടെ തുടങ്ങിയ ലോക്ക്ഡൗൺ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് വ്യാപാര മേഖലയെ രൂക്ഷമായ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യാപാര മേഖലയിൽ സർക്കാർ നിയന്ത്രണങ്ങൾ കൂടി കടുപ്പിക്കുന്നത് വ്യാപാരികൾക്ക് കടുത്ത തിരിച്ചടിയായി മാറുകയാണ്. അശാസ്ത്രീയമായ നിബന്ധനകളാണ് പലയിടത്തും അധികൃതർ വ്യാപാര മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്നതെന്നും ലോക്ക്ഡൌണിനെ തുടർന്ന് കഴിഞ്ഞ 1 മാസമായി കടകൾ തുറന്നു നോക്കുവാൻ പോലും കഴിയാത്ത നിരവധി വ്യാപാരികളുണ്ടെന്നും പലരും കടകൾ തുറക്കാനാകാതെ കടംമൂത്ത് പട്ടിണിയുടെയും ആത്മഹത്യയുടെയും വക്കിലാണെന്നും വ്യാപാരി നേതാക്കൾ പറയുന്നു. ഇങ്ങനെ വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തിയത്. ഇതിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിൽ വ്യാഴാഴ്ച പൂർണ്ണമായും കടകളടച്ച് പ്രതിഷേധിക്കുന്നത്. സമരവുമായി എല്ലാവരും സഹകരിക്കണമെന്നും വ്യാപാര മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AK മൊയ്തീൻ കുഞ്ഞി പറഞ്ഞു. ഇനിയെങ്കിലും വ്യാപാരിക്ക് ജീവിക്കാൻ അനുവദിക്കണം. വ്യാപാര സ്ഥാപനത്തിൽ അനവധി തൊഴിലാളികളുണ്ട്. നമുക്ക് സ്വയം ജീവിക്കാൻ വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തിയതാണ്. അതുവഴി സർക്കാരിലേക്ക് കോടാനുകോടി ഉറുപ്പിക ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പിരിച്ചിട്ട് പ്രതിഫലമില്ലാതെ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് വ്യാപാരികൾ. ഞങ്ങൾ ആരോടും പ്രതിഫലം വാങ്ങുന്നില്ല സർക്കാരിലൂടെ. മാസാമാസം തീയതിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ പിരിച്ച പൈസ ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നുണ്ട്. അതാണ് ഗവൺമെൻറ് ചിലവാക്കുന്ന പൈസ. ഇത്തരം രീതിയിൽ സഹകരിക്കുന്ന ഒരു വിഭാഗത്തിന് ഒരു പൈസയുടെ പാക്കേജ് പോലും ഇതുവരെ ഇല്ലാതെ ഈ 1.5 വർഷക്കാലം ചവിട്ടി മെതിച്ചത് എന്തിൻ്റെ പേരിൽ? അതിന് ഉത്തരം കണ്ടെത്തണം. അതാണ് ഞങ്ങൾക്ക് ന്യായമായിട്ടും ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത് ഇനി സഹിക്കാനാവില്ല. ഇവിടെ വെച്ച് ഈ ദുരന്തം അവസാനിപ്പിക്കണം. വ്യാപാരികളുള്ള വിവേചനം അവസാനിപ്പിച്ചുകൊണ്ട് പൊതുസമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങൾക്കൊപ്പം ജീവിക്കാനും തൊഴിലെടുക്കാനും ഞങ്ങൾക്ക് കൂടി അവസരം തരണം. അതായത് വ്യാപാര മേഖല എല്ലാ സ്ഥാപനങ്ങളും തുറക്കാൻ അനുവദിക്കണം. ഇനി കടയടച്ചുകൊണ്ടുള്ള കോവിഡ് പ്രതിരോധം നമ്മുടെ സംസ്ഥാനത്ത് വേണ്ട. വ്യാഴാഴ്ച മെഡിക്കൽ ഷോപ്പുകൾ മാത്രമായിരിക്കും തുറന്ന് പ്രവർത്തിക്കുക. പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂണിറ്റ് പരിധികളിലെ മുഴുവൻ സർക്കാർ ഓഫീസുകൾക്ക് മുൻപിലും പ്രധാന കവലകളിലും വ്യാപാരികളുടെ വീടുകളിലും 11 മണി മുതൽ 12 മണി വരെ നിൽപ്പ് സമരം നടത്തും. കോവിഡ് ചട്ടം പാലിച്ചായിരിക്കും നിൽപ്പ് സമരം നടത്തുക. ന്യൂസ് ഡെസ്ക് KCN. BSP സ്ഥാനാർത്ഥി സുന്ദരയെ പണം നൽകി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. കേസിൽ പരാതിക്കാരനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി VV രമേശനിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുത്തു.
കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൗസിലാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേസിലെ പരാതിക്കാരനായ വി രമേശന്റെ മൊഴിയെടുത്തത്. പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനെ ബോധിപ്പിച്ചതായി വി രമേശൻ പറഞ്ഞു. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ട്. ഇപ്പോൾ കോടതിയിലേക്ക് ആയതുകൊണ്ട് നമുക്കിനിപ്പോൾ അധികമൊന്നും പറയാൻ പറ്റില്ലല്ലോ. കേസിൻ്റെ വഴി നടക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ഏറ്റവും ഗൗരവമുള്ളൊരു കേസായതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം കേസുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഗൗരവത്തിലുള്ള കേസാണ്. അതുകൊണ്ട് അതിനെ സ്വാഗതം ചെയ്യണം. പത്രിക പിൻവലിക്കുവാൻ പണം ലഭിച്ചെന്ന വെളിപ്പെടുത്തൽ നടത്തിയ സുന്ദരയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ കഴിഞ്ഞ ദിവസം രാത്രിയാണ് പോലീസ് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാനത്ത് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. 52 ദിവസക്കാലത്തേക്കുള്ള നിരോധനം ജൂലൈ 31 അവസാനിക്കും. കോവിഡ് പ്രതിസന്ധിക്കിടെയുള്ള ട്രോളിംഗ് നിരോധന കാലയളവ് മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. കോവിഡ് പ്രതിസന്ധികൾക്കിടെയാണ് ഇത്തവണ ട്രോളിംഗ് നിരോധനം കൂടി വരുന്നത്. കോവിഡിനെ തുടർന്ന് ദുരിതത്തിലായ തീരദേശവാസികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവ് വറുതിയുടെ നാളുകളായി മാറും. ബുധനാഴ്ച അർദ്ധരാത്രി 12 മണി മുതൽ നിരോധനം നിലവിൽ വരും. 52 ദിവസക്കാലത്തേക്കുള്ള നിരോധനം ജൂലൈ 31 അവസാനിക്കും. ഈ കാലയളവിൽ യന്ത്രവൽകൃത ബോട്ടുകൾ ഒന്നും തന്നെ കടലിൽ പോകുവാനോ മത്സ്യബന്ധനം നടത്തുവാനോ പാടില്ല. കാസർഗോഡ് ജില്ലയിൽ ചെറുതും വലുതുമായി ഫൈബർ അടക്കമുള്ള 3000-ലധികം വള്ളങ്ങളും 15,000-ലധികം തൊഴിലാളികളുമുണ്ട്. ഇവരെ ആശ്രയിച്ച് 1,00,000-ലധികം കുടുംബങ്ങളാണ് കഴിയുന്നത്. ഇത്തവണ അപ്രതീക്ഷിതമായി എത്തിയ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വ്യാപക കടലാക്രമണം കാരണം തീരദേശവാസികൾ കടുത്ത ദുരിതമാണ് നേരിട്ടത്. ലോക്ക്ഡൗൺ ആയതിനാൽ കിട്ടുന്ന മത്സ്യങ്ങൾ വിപണനം നടത്തുവാൻ സാധിക്കാതെയും കടുത്ത നഷ്ടമാണ് ഇവർ നേരിട്ടത്. പലരും ബാങ്കിൽ നിന്ന് വായ്പയെടുത്താണ് ബോട്ടുകൾ വാങ്ങിയത്. മത്സ്യവരവ് കുറഞ്ഞതും ലോക്ക്ഡൗൺ, കടലാക്രമണം എന്നിവയെല്ലാം ഈ മേഖലയിലുള്ളവർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. തീരദേശവാസികളുടെ വിഷമത മനസ്സിലാക്കി സർക്കാരിൽ നിന്നും സൗജന്യ റേഷൻ അനുവദിക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ദുരിതം മാറ്റുവാൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് മത്സ്യത്തൊഴിലാളി നേതാക്കളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് KCN. ഇന്ധനവില വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. ഇന്ധനവില വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷൻ മനാഫ് നുള്ളിപ്പാടി സമരം ഉദ്ഘാടനം ചെയ്തു. NDA സർക്കാർ വന്നതിന് ശേഷം ജനദ്രോഹപരമായ ഒരുപാട് നടപടികൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാണ്. ഈ ഒരു വലിയ മഹാമാരിയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ജനങ്ങളെ ഇരുട്ടിലാക്കുന്ന ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ തെറ്റായ നടപടി, ഈ പെട്രോൾ വില, ഡീസൽ വില വർധനവിനെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താതെ അത് പെട്രോൾ ഡീസൽ കമ്പനികൾക്ക് അതിൻ്റെ വില നിയന്ത്രണം നൽകിക്കൊണ്ട് അവരുടെ തോതിൽ അവർക്ക് വേണ്ടമായ രീതിയിലുള്ള വില വർധനവ് നടത്തുന്ന ഈ ഒരു നടപടി അടിയന്തരമായി പിൻവലിച്ചില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ജനകീയ സമരങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അഡ്വക്കേറ്റ് ഷാജിദ് കമ്മാടം, മുബാറക് അണങ്കൂർ, യാസിർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. ഇന്ധനവില വർധനവിനെതിരെ പെട്രോൾ വാഹനം ഉപേക്ഷിച്ച് സൈക്കിളിൽ യാത്ര ചെയ്ത് യൂത്ത് ലീഗ് പ്രതിഷേധം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗ് പ്രവർത്തകർ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പെട്രോൾ വാഹനങ്ങളിലെത്തി അതവിടെ ഉപേക്ഷിച്ച് സൈക്കിളിൽ യാത്ര ചെയ്തുമാണ് ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധിച്ചത്. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ, ജനറൽ സെക്രട്ടറി സഹീർ ആസിഫ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് എടനീർ, ജില്ലാ ട്രഷറർ MP ഷാനവാസ്, സീനിയർ വൈസ് പ്രസിഡന്റ് MC ശിഹാബ് മാസ്റ്റർ, ഹാരിസ് തായൽ, ഷംസുദ്ദീൻ കൊളവയൽ, ഹാരിസ് അങ്കക്കളരി, ബാദിഷ പൂവൽ, റഫീഖ് കേളോട്ട്, MP നൌഷാദ്, ഹാരിസ് ബദിര, നൌഫൽ തായൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പെട്രോൾ വില 40 രൂപയ്ക്ക് താഴെ നിർത്തുമെന്ന് പറഞ്ഞിട്ടാണ്
കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നത്. എന്നാൽ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിൽ കഴിഞ്ഞ 37 ദിവസം നമ്മളൊന്ന് പരിശോധിച്ചാൽ 21 തവണയാണ് ഇന്ധനവില കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടുള്ളത്. ഈ സമയത്ത് നമ്മൾ UDF ഭരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ കേന്ദ്രത്തിൽ വിലവർദ്ധനവ് നടത്തുമ്പോഴും സംസ്ഥാനത്തിൻ്റെ ടാക്സ് ഒഴിവാക്കി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സമീപനം UDF ഭരണത്തിലുള്ള സമയങ്ങളിലൊക്കെ സ്വീകരിക്കാറുണ്ടായിരുന്നു. അത് സ്വീകരിക്കാൻ ഈ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യേണ്ട സംഗതി. ജനങ്ങൾ ഏറെ പ്രയാസപ്പെടുന്ന കൊറോണ കാലത്ത് കേന്ദ്ര സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് അസീസ് കളത്തൂർ പറഞ്ഞു. കോവിഡ് കാലത്ത് തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ടവർക്ക് ഇളവുകൾ വഴി ആശ്വാസം നൽകേണ്ടതിനു പകരം ന്യായമായി ലഭിക്കേണ്ടതുപോലും നൽകാതെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുന്ന സമീപനം മാറ്റണമെന്നും അസീസ് കളത്തൂർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പ്രീമിയം പെട്രോളിന് വില 100 രൂപ. കോവിഡ് പ്രതിസന്ധിക്കിടെ തുടർച്ചയായ ഇന്ധനവില വർധനവിൽ പ്രതിഷേധിക്കുവാൻ പോലുമാകാത്ത നടുക്കത്തിലാണ് ജനങ്ങൾ. ഇന്ധനവില വർധനയ്ക്കെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുമ്പോഴും ദിനംപ്രതി ഇന്ധനവില ഉയരുകയാണ്. കാസർഗോഡ് പലയിടങ്ങളിലും പ്രീമിയം പെട്രോൾ വില 100 കടന്നു. ഓർഡിനറി പെട്രോളിന് വില 96 രൂപയ്ക്കും മേലെയാണ്. കോവിഡ് പ്രതിസന്ധിക്കിടെ ഉപജീവനത്തിന് പോലും മാർഗമില്ലാതെ വലയുന്ന ജനങ്ങൾക്ക് കൂനിന്മേൽ കുരുവെന്ന പോലെയാണ് ഇന്ധനവില വർധന തുടരുന്നത്. ഈ സാഹചര്യത്തിൽ പലരും പ്രതികരിക്കാൻ പോലും തയ്യാറാകാനാവാത്ത വിധം മനസ്സുമടുത്ത അവസ്ഥയിലാണ്. പെട്രോൾ വില വർധനയെ കുറിച്ചിട്ട് ഇന്ധനവില വർധനയോടൊപ്പം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ആനുപാതികമായി വർദ്ധിക്കുന്നുണ്ട്. പൊതുഗതാഗത മേഖലയും ഓട്ടോ ടാക്സി തൊഴിലാളികളും ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ്. കഷ്ടപ്പാട് തന്നെ. ഇന്ധന വില കൂടുന്നതിനെ പറ്റിയിട്ട് നമുക്ക് കഷ്ടം തന്നെ. ജീവിക്കാനുള്ള ഭയങ്കര വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെല്ലാം വാടക വീട്ടിലെല്ലാം കഴിയുന്നതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ദിവസം പോകുന്ന കണക്ക് ഇങ്ങനെ വില കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആരും പ്രതികരിക്കാനോ ഇല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ആരും ഒന്നും മിണ്ടുന്നില്ല. വില ഇങ്ങനെ കൂടിക്കൊണ്ട് ഇപ്പോൾ 100ലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. പാവപ്പെട്ട ഇങ്ങനെ ജനങ്ങളാണ് എന്താ പറയുക ശശിയായിട്ട് മാറിയിരിക്കുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്താനോ വിലയോ നികുതിയോ കുറക്കാനോ ആവില്ലെന്ന് കേന്ദ്രം ആവർത്തിച്ചതോടെ ഒരു ജനത ആശങ്കയുടെ മുൾമുനയിലാവുകയാണ്. ന്യൂസ് ഡെസ്ക് KCN. നാഷണൽ യൂത്ത് ലീഗ് മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. മൊഗ്രാൽ പുത്തൂർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ പ്രമീള പ്രകൃതിക്ഷോഭ ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ചും ഇവർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ധർണാ സമരം നടത്തിയത്. നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ കോർഡിനേറ്റർ റിയാസ് അമലടുക്കം ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. സാദിഖ് കടപ്പുറം അധ്യക്ഷത വഹിച്ചു. നൌഷാദ് ബള്ളീർ സ്വാഗതം പറഞ്ഞു. നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഫ് PH മുഖ്യാതിഥിയായിരുന്നു. INL പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി റസാഖ് ഏരിയാൽ, ഷറഫുദ്ദീൻ ചേരങ്കൈ, ഷുക്കൂർ ഏരിയാൽ, ജാഫർ KH, അസറുദ്ദീൻ ബ്ലാർക്കോട്ട്, ഇൻസമാം ഏരിയാൽ, ജാവി കുളങ്കര, നൌഷാദ് ചേരങ്കൈ, ജാബിർ ചൗക്കി, അൻസാരി ചൗക്കി, അൻസാഫ് ചൗക്കി, നിയാസ് ചൗക്കി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. PDPയുടെ നേതൃത്വത്തിൽ ഇന്ധനവില വർധനവിനെതിരെ മഞ്ചേശ്വരത്ത് പെട്രോൾ പമ്പിന് മുന്നിൽ വാഹനങ്ങൾ തള്ളിക്കൊണ്ട് പ്രതിഷേധിച്ചു. സംസ്ഥാന വ്യാപകമായി 100 കേന്ദ്രങ്ങളിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരത്ത് നടന്ന പ്രതിഷേധ പരിപാടി PDP ജില്ലാ ഉപാധ്യക്ഷൻ KP മുഹമ്മദ് ഉപ്പള ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പെട്രോൾ പമ്പിന് മുന്നിൽ PDP ഭാരവാഹികൾ ധർണയും നടത്തി. സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികൾ പരിപാടിയിൽ സംബന്ധിച്ചു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോവിഡ് മൂലം ചെറുകിട വസ്ത്ര ഉടമകൾ കടകൾ അടച്ചിടേണ്ടി വരുമ്പോൾ ഓൺലൈൻ കുത്തകകൾ മേഖല കൈയടക്കുവാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ച് കേരള ജെൻസ് റെഡിമെയ്ഡ് റീറ്റെയിൽ അസോസിയേഷൻ ഉപരോധ സമരം നടത്തി. പന്നിപ്പാറയിലെ ഓൺലൈൻ ഉൽപ്പന്നങ്ങളുടെ ഗോഡൌണിന് മുന്നിലായിരുന്നു സമരം. പ്രതിഷേധത്തിനിടെ വാക്കേറ്റമുണ്ടായത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു.
ചെറുകിട വ്യാപാരികൾ അടച്ചിടൽ പ്രതിസന്ധി നേരിടുമ്പോൾ ഓൺലൈനായി വസ്ത്രവ്യാപാരം നിർബാധം തുടരുകയാണ്. ഒന്നാം തരംഗത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും കടബാധ്യതകളും നേരിടുന്ന ചെറുകിട വസ്ത്രവ്യാപാരികൾ അടച്ചിടൽ തുടർന്നാൽ ആത്മഹത്യയുടെ വക്കിലെത്തുമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച KGRA യൂണിറ്റ് പ്രസിഡന്റ് മജീദ് ഫാഷൻ ക്ലബ് പറഞ്ഞു. ഓൺലൈൻ കുത്തകകൾ മേഖല കൈയടക്കുന്നത് തടയാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടാകണമെന്നും പ്രതിസന്ധി നേരിടുന്ന ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കണമെന്നും പ്രതിഷേധത്തിൽ ആവശ്യമുയർന്നു. വ്യാപാരികളുടെ ദുരിതങ്ങൾ വാടക കൊടുത്തും ശമ്പളം കൊടുത്തും KGRA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സമീർ ഔട്ട്ഫിറ്റ് അധ്യക്ഷനായിരുന്നു. ഇന്ന് ഇവിടെ നടക്കുന്നുള്ളത് ഞങ്ങൾ വീട്ടിലിരിക്കുകയും ഓൺലൈൻ കച്ചവടക്കാർ വൻകിട കുത്തകകൾ ഇവിടെ ഞങ്ങളുടെ അതേ കാറ്റഗറി, അതായത് തുണിക്കച്ചവടം ചെയ്യുന്ന അവസ്ഥയാണ് നമുക്കിവിടെ കാണാനിടയായിട്ടുള്ളത്. ഇതുപോലെ കച്ചവടം ചെയ്താൽ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് സമൂഹത്തിനറിയാം. ഞങ്ങൾ ആത്മഹത്യ വക്കിലായിരിക്കും. ഇങ്ങനെ പോയാൽ ഞങ്ങൾ വെച്ചിട്ടുള്ള തുണികളൊക്കെ എന്ത് ചെയ്യും? ഞങ്ങളുള്ള കച്ചവടം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുള്ളത് തുണിക്കച്ചവടക്കാർക്കാണ്. അതായത് തുണിക്കച്ചവടം സമൂഹത്തിൻ്റെ ആൾക്കാർ ജനങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അവർ നേരെ പോകുന്നത് മൊബൈലിൽ പോയി ഓൺലൈൻ കച്ചവടത്തിലേക്കാണ്. ആ ഓൺലൈൻ കച്ചവടം ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ആ കച്ചവടം ഗവൺമെൻറ് അവസാനിപ്പിക്കണം. നീതി എല്ലാവർക്കും ഒരേപോലെ നീതി തരണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണുള്ളത്. KGRA ജില്ലാ സെക്രട്ടറി റഫീഖ് ഡാസ്ലർ സ്വാഗതവും കാസർഗോഡ് യൂണിറ്റ് ട്രഷറർ നൌഷാദ് ജെൻസ് ഗാരേജ് നന്ദിയും അറിയിച്ചു. KGRA ജില്ലാ വൈസ് പ്രസിഡന്റ് ഷംസീർ സാറോൻ, KGRA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഉമേഷ് ലാബൂച്ച് എന്നിവരോടൊപ്പം കാസർഗോഡ് കാഞ്ഞങ്ങാട് യൂണിറ്റുകളിലെ വിവിധ മെമ്പർമാരും ഉപരോധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ഭിന്നശേഷിക്കാർക്ക് വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിനായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭ്യമാക്കുക. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഭിന്നശേഷി കിടപ്പുരോഗികൾക്ക് കോവിഡ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിനായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ ലഭിക്കുന്നത്. സാമൂഹ്യ നീതി വകുപ്പ് മുഖേന തയ്യാറാക്കിയ പട്ടിക പ്രകാരം ഓരോ ഗുണഭോക്താവിനെയും ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിച്ചാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നത്. ഇതിനായുള്ള ഹെൽപ്പ് ഡെസ്ക് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പ്രവർത്തിക്കും. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്കുള്ള വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് നഗരസഭയിൽ ആരംഭിച്ചിരിക്കുകയാണ്. 771 ആളുകളാണ് നമ്മുടെ നഗരസഭയിൽ ഭിന്നശേഷിക്കാരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവർക്കൊക്കെയും വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിനുള്ള സജ്ജീകരണമാണ് ചെയ്തിട്ടുള്ളത്. സാമൂഹ്യ നീതി വകുപ്പുമായി ചേർന്നുകൊണ്ട് അവർക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യുകയും അതുപോലെ അവർക്ക് വീടുകളിൽ തന്നെ എത്തിച്ചേർന്ന് വാക്സിനേഷൻ നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളുമാണ് നടപ്പിലാക്കുന്നത്. എല്ലാവർക്കും വാക്സിനേഷൻ ലഭ്യമാക്കുക എന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത്. വാക്സിൻ ലഭിക്കാൻ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും ആധാറും രജിസ്ട്രേഷൻ സമയം കയ്യിൽ വെക്കേണ്ടതും അതിന്റെ പകർപ്പ് വാട്സാപ്പ് നമ്പറായ 9526025362 അയക്കുക. ഇനി വാട്സാപ്പ് സൗകര്യമില്ലാത്തവരാണെങ്കിൽ വാർഡ് കൗൺസിലർമാർ വഴി വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അരയി കോട്ടക്കടവ് തൂക്കുപാലം അറ്റകുറ്റപ്പണികൾ പോലും നടത്താതെ അപകടാവസ്ഥയിൽ. പാലത്തിന്റെ കൈവരികളിൽ നെറ്റ് സ്ഥാപിക്കാത്തത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു. 2006 ജൂലൈ 7-ാം തീയതിയാണ് അരയി കോട്ടക്കടവ് തൂക്കുപാലം നാടിന് സമർപ്പിച്ചത്. കാലവർഷം വന്നാൽ അരയിൽ നിന്നുള്ളവർ കാൽനടയ്ക്ക് ആശ്രയിക്കുന്നത് ഈ പാലത്തെയാണ്. ആറങ്ങാടി കോട്ടക്കടവുള്ള കർഷകർ കൃഷിസ്ഥലത്തേക്ക് എത്തുന്നതിനായി ആശ്രയിക്കുന്നതും ഈ തൂക്കുപാലത്തിനെയാണ്. ഇന്ന് ഈ പാലത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. പാലം നിർമ്മിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാളിതുവരെയായി യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ പാലത്തിന്റെ കൈവരികളിൽ നെറ്റ് സ്ഥാപിക്കാത്തത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുകയാണ്. അധികാരികളുടെ നിസ്സംഗതിക്കെതിരെ നാട്ടുകാർ പാലത്തിന്റെ ഇരുവശങ്ങളിലും ഓലകൾ തൂക്കിയിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. 2006 ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. ഇന്നേക്ക് 16 വർഷമായി ഈ പാലം ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്ന് വരെ ഈ പാലത്തിൻ്റെ മെയിൻ്റനൻസ് പണിയൊന്നും ഇന്ന് വരെ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടില്ല. ഇപ്പോൾ മഴക്കാലമായി. ഈ മഴക്കാലത്ത് ഈ പാലത്തിൻ്റെ ഈ മുകളിൽ വരെ വെള്ളമെത്തും. ഇതിനൊന്നിനും കൈവരിയില്ല. കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആൾക്കാർ ഇതിലൂടെ അരിയിലേക്ക് സഞ്ചരിക്കുന്നത്. അത് വളരെ അപകടം പിടിച്ച ഒരു നിലയിലാണ് ഈ പാലമുള്ളത്. അധികൃതർ കണ്ണു തുറന്നുകൊണ്ട് ഈ പാലത്തിൻ്റെ അനാസ്ഥ പരിഹരിക്കണമെന്ന് ഞങ്ങൾ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്.
നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന തൂക്കുപാലം ഇന്ന് കാൽനടയാത്രികരുടെ ജീവന് ഭീഷണിയാവുകയാണ്. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം നടപ്പിലാക്കി പാലം സുരക്ഷിതമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിൽ കടകളടച്ച് പ്രതിഷേധിക്കും. വ്യാപാര മേഖലയിൽ സർക്കാർ നിയന്ത്രണം കടുപ്പിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിഷേധം. BSP സ്ഥാനാർത്ഥി സുന്ദരയെ പണം നൽകി തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തിയെന്ന BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെതിരായ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. പരാതിക്കാരനായ VV രമേശനിൽ നിന്നും മൊഴിയെടുത്തു. സംസ്ഥാനത്ത് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കോവിഡ് പ്രതിസന്ധിക്കിടെയുള്ള ട്രോളിംഗ് നിരോധന കാലയളവ് മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. ഇന്ധനവില വർധനവിനെതിരെ പെട്രോൾ വാഹനം ഉപേക്ഷിച്ച് സൈക്കിളിൽ യാത്ര ചെയ്ത് യൂത്ത് ലീഗ് പ്രതിഷേധം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു വേറിട്ട പ്രതിഷേധം. കാസർഗോഡ് പ്രീമിയം പെട്രോളിന് വില 100 രൂപ. കോവിഡ് പ്രതിസന്ധിക്കിടെ തുടർച്ചയായ ഇന്ധനവില വർധനവിൽ പ്രതിഷേധിക്കുവാൻ പോലുമാകാത്ത നടുക്കത്തിൽ ജനങ്ങൾ. ഓൺലൈൻ കുത്തകകൾ വ്യാപാര മേഖല കൈയടക്കുവാൻ ശ്രമിക്കുകയാണെന്ന് കേരള ജെൻസ് റെഡിമെയ്ഡ്സ് റീറ്റെയിൽസ് അസോസിയേഷൻ പന്നിപ്പാറയിലെ ഓൺലൈൻ ഗോഡൌണിന് മുന്നിൽ പ്രതിഷേധം നടത്തി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.